ഹലോ, ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണേ. ഇന്ന് ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് കുറച്ച് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നൊരു വീഡിയോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. സമയം വൈകുന്നേരം 6:50 8 മണി വരെ ഉള്ളൂ ഇന്ന് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അങ്ങോട്ട് പതിയെ പോകണം. വൈകുന്നേരത്തെ ഒരു വെയിലാണ്, നല്ല ഗോൾഡൻ കളറിലുള്ള വെയിൽ. എൻ്റെ വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ് നടക്കാനുണ്ട് അൽഡി എന്ന് പറയുന്ന ഷോപ്പിലോട്ട്. ഞാൻ നടന്നുകൊണ്ടിരിക്കും. മേര ഷോപ്പിംഗ് ഗാഡി ഹേ. UK വന്നിട്ട് ഏറ്റവും ആദ്യം മേടിച്ചതാണ്. ലണ്ടനിലെ ഈസ്റ്റാമിന്ന് അന്ന് 2 കൊല്ലം മുമ്പ് 10 പൗണ്ട് കൊടുത്ത് മേടിച്ചതാണ്. ആക്ച്വലി ഇപ്പം താഴെയൊക്കെ കുറച്ച് ഡാമേജൊക്കെ വന്നു, പക്ഷേ ഇപ്പോഴും ആദ്യമായിട്ട് വാങ്ങിച്ചതായതുകൊണ്ട് കളയാനൊരു മടി. ഈ അൽഡിയിലോട്ട് പോകുന്ന വഴിക്ക് വേറൊരു ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടെ ഉണ്ട്. ഇതാണ് മോറിസൺ. അവിടെ ഭയങ്കര വെയിൽ വരുന്നുണ്ട്, കാണാം മോറിസൺ. പക്ഷേ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി അൽഡി വെച്ച് കമ്പയർ ചെയ്യുമ്പം. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ വാങ്ങാറില്ല. പിന്നെ അൽഡി അടുത്ത് തന്നെ ആയതുകൊണ്ട് അവിടെ പോയി വാങ്ങും. അങ്ങനെ നടന്ന് അൽഡിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഒരു കാരവൻ കിടക്കുന്നുണ്ടോ? ഇത് ഒരുപാട് നാളെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആരോ സ്ഥിരതാമസമാക്കിയതാണെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ടിലെ വാടക താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കാരവനിലേക്ക് താമസം മാറ്റിയത് ആരോ ആണ്. ഇതാണ് നമ്മുടെ കട. ആൽഡി. ഈ നല്ല രസമുണ്ടല്ലേ. ഇതൊന്നും ഞാൻ അങ്ങനെ വാങ്ങാറില്ല, കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ഇന്നത്തെ ഓഫറിനുള്ള ഐറ്റംസൊക്കെ കാണും. ടൊമാറ്റോ ഉണ്ട് ഓഫറിന്, ആപ്പിളും ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ടൊമാറ്റോ ആപ്പിൾ നോക്കുന്നു, കൊള്ളാമോ നോക്കുന്നു. തിരക്കേടില്ലാന്ന് തോന്നുന്നു. ഇനി മസ്ക് മെലൺ, ഷമാം എന്ന് പറയുന്നത് ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. ഈ കുമ്പൂച്ച ഉണ്ടോ? അപ്പോൾ ഇത് നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ട് എനിക്ക് ആ ടേസ്റ്റ് അങ്ങ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കട്ട് ഫ്രൂട്ട്സും ഞാനങ്ങനെ വാങ്ങാറില്ല. ഓറഞ്ചാണ്. കഴിഞ്ഞ തവണ വാങ്ങിച്ച ഓറഞ്ച് നല്ല ടേസ്റ്റായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു, പുളിപ്പൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് വാങ്ങാമെന്ന് കരുതുന്നു. കണ്ടിട്ടും കൊള്ളാം, തിരക്കേടില്ലാന്ന് തോന്നി. ഇതേ കോക്കനട്ട്, തേങ്ങ. വില കണ്ടോ? 95 പെൻസ്. 95 പെൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നത്തെ വില അനുസരിച്ചൊരു 114-115 രൂപ വരും നാട്ടിലെ ഒരു തേങ്ങയ്ക്ക്. നാട്ടിൽ എത്രയാണ് ഇപ്പോൾ തേങ്ങയ്ക്ക് വില? വേണ്ട, വാങ്ങണ്ട. അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഷോർട്ട് വീഡിയോയിൽ കാണിച്ചില്ലേ നമ്മളെ വീശപ്പം പോലത്തെ ഇവിടെ വാങ്ങാൻ കിട്ടുന്ന റൈസ് നൂഡിൽസ്? ഒരെണ്ണേ ഉള്ളെന്ന് തോന്നുന്നു, 2 ഉണ്ട്. അതിൻ്റെ വേറെയും ഫ്ലേവർ ഉള്ളതുകൊണ്ട്. സിംഗപ്പൂർ സ്റ്റൈൽ നൂഡിൽസ് എന്നാണ് മഞ്ഞ കളറുള്ളത്. ഇത് റൈസ് നൂഡിൽസ്.
ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ. പപ്പടം റെഡി ടു ഈറ്റ് ആണ്. ഞാൻ വാങ്ങുന്നില്ല. ഇത് ബസുമതി റൈസൊക്കെയാണ്, എൻ്റെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. ഇതൊക്കെ റെഡിമെയ്ഡ് റൈസാണ്, നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് ടൈപ്പാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം നോൺ വെജ് സെക്ഷനാണ്. ഞാനങ്ങനെ നോൺ വെജ് കഴിക്കാറില്ല, ഞാൻ അധികം വാങ്ങാറില്ല, അതുകൊണ്ട് അടുത്ത സെക്ഷനിലോട്ട്. ബട്ടർ മേടിക്കണം. ബട്ടർ മേടിക്കണം, തൈര് മേടിക്കണം. ഞാൻ മേടിക്കുന്നത് തൈര്. ഇതാണ് ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ടല്ല, ഗ്രീക്ക് യോഗട്ട്. ആദ്യം വന്ന സമയത്ത് ബട്ടറായിട്ട് ഇത് മേടിക്കുമായിരുന്നു, അറിഞ്ഞൂടായിരുന്നു ആദ്യം. ഇതിൽ ശരിക്കും നിങ്ങൾ നോക്കിയേ, വെജിറ്റബിൾ ഓയിലാണ് 49%, പാം ഓയിൽ പോലത്തെ. അതിൽ ബട്ടർ വരുന്നത് 40% മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത് വാങ്ങാറില്ല. ഇപ്പം വാങ്ങുന്നത് ഇതാണ്. കാണിച്ചു തരാം. ഇതിൽ കണ്ടോ, മിനിമം 80% മിൽക്ക് ഫാറ്റാണ്. ഇതാണിപ്പോൾ വാങ്ങാറ്. ഇത് നിങ്ങളും ബട്ടർ നോക്കുവാണെങ്കിൽ ഇത് വാങ്ങരുത്, ഇതുപോലത്തെ വാങ്ങാം കേട്ടോ. അതിലും ബട്ടർ വാങ്ങുന്നവർ നോക്കണം, അതിൽ കണ്ടൻറ്റ് നോക്കണം. മിൽക്ക് ഫാറ്റ് തന്നെയാണ് വരുന്നത്, അതാ വെജിറ്റബിൾ ഓയിലിൻ്റെ പ്രസൻസ് ആണോ കൂടുതലെന്നുള്ളത് നോക്കണം. നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. മിൽക്കിൻ്റെ സെക്ഷനാണ്. ഞാൻ വാങ്ങാറില്ല. ഞാൻ വാങ്ങുന്നത് കോസ്കോയിലുള്ളൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. അതിനി കോസ്കോയിൽ പോയി ഷോപ്പ് ചെയ്യുന്ന ദിവസം കാണിക്കാം. ഇതെല്ലാം ബിയർ വൈൻ കുപ്പികളുടെ സെക്ഷനാണ് ഇടതുവശം, ഇവിടെ മുതൽ അങ്ങറ്റം വരെ. ഈ കാണുന്ന ഫ്രോസൺ കോണ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസ്. ഇത് രണ്ടും എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. സ്ഥിരം വാങ്ങുന്നതാണ്, സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് വാങ്ങുന്നില്ല. കിങ് പ്രോൺസ് വാങ്ങാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ്. ഇത് ഞാൻ ഒരുപാട് മേടിച്ചിട്ടുള്ളൊരു ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റാണ്. പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് കുറേ നാളെ മേടിച്ചിട്ട്, ഒരെണ്ണം മേടിക്കാം. ഇത് ചോക്കോബാറിൻ്റെ സെക്ഷനാണ്. ഇതെല്ലാം ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇത് കോക്കനട്ട് മാംഗോ, പക്ഷേ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം നല്ല ടേസ്റ്റുള്ളതാണ്. പിന്നെ ഈ റാസ്ബെറി അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഡബിൾ കാരമൽ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. ഫ്രോസൺ പിസ്സയുടെ സെക്ഷനാണ്, ഞാൻ വാങ്ങിക്കാറില്ല. ഈ സെക്ഷനിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്, വല്ലപ്പോഴും ഞാൻ വാങ്ങാറുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ബ്രെഡ് സെക്ഷനാണ്. ഇത് ഞാൻ വല്ലപ്പോഴും എടുക്കുന്നതാണ്, ഒരു ടേസ്റ്റൊക്കെ നോക്കാനായിട്ട്. ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇന്നെന്തായാലും വാങ്ങുന്നില്ല. ഇത് ബ്രെഡിൻ്റെ സെക്ഷനാണ്. ഇത് ഞാൻ വാങ്ങാറുള്ളതാണ്, പക്ഷേ ഇതിൻ്റെ ഡേറ്റ് 28 ആയതുകൊണ്ട് 2 ദിവസം 3 ദിവസം കൊണ്ട് ഇത്രയും ബ്രെഡ് എനിക്ക് കഴിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങുന്നില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് വാങ്ങിച്ചതിന് ഇതാണ് റേറ്റ്. ബില്ല് പേ ചെയ്ത് ഞാൻ ഇറങ്ങി. സാധനം ഫുൾ ലോഡാണ്. അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണിത്. ഇവിടെ അടുത്തൊരു പ്യൂർ ജിമ്മുണ്ട്.
സമയം ഏകദേശം 7:30 സൂര്യാസ്തമയം എനിക്ക് തോന്നുന്നു 8:30-9 മണിക്കാണെന്ന്. പതിയെ തിരിച്ചു പോകാം. ഇതാണ് എൻ്റെ ഒരു ആവറേജ് ഷോപ്പിംഗ്. ഇതാണ് റൈസ്. ഓൾറെഡി ചമ്പാവരി പാലക്കാടൻ മട്ട റൈസ് ഞാൻ 10 കിലോ മേടിച്ച് വെച്ചത് ഇരിപ്പുണ്ട്. അത് ഇവിടെ കിട്ടില്ല, വേറെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് അത് മേടിക്കുന്നത്. പിന്നെ ബസുമതി റൈസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ ഒക്കെ അടുത്തായിരിക്കും മിക്കവാറും ലിഡിലും ഇതുപോലുള്ള അൽദിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഷോപ്പിങ്ങൊക്കെ ചിലപ്പോൾ ക്ലിനിക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ചെന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇത് ചെറിയൊരു ആവറേജ് ഷോപ്പിംഗ്. ഇങ്ങനെയാണ് സാധാരണ ഞാൻ ഷോപ്പ് ചെയ്യാറ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. ബൈ ബൈ.